ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പപ്പടം കൊണ്ട് ചെയ്തെടുക്കാവുന്ന 2 കിടിലൻ വിഭവങ്ങളാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഓരോന്നും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി കരിഞ്ജീരകത്തിന് പകരം എള്ളായാലും മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസാവും വേണ്ട. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വെച്ച് ചൂടാക്കാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിയ ആ ഒരു പപ്പടം തന്നെയാണ് കേട്ടോ, നേരിട്ട് അങ്ങോട്ട് എടുത്തതാണ്. ഇനി ഇത് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ. കണ്ടോ, എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കട്ടിയില്ലാത്ത മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ മാവൊക്കെ. അപ്പോൾ 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ പപ്പടവട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പപ്പടം കൊണ്ട് ചെയ്യാവുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് പപ്പടവും മുട്ടയൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഞാനിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പപ്പടം ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് കോരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പപ്പടം പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കി ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഉണ്ടാവും. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ, അതായത് ചെറിയ ഉള്ളി. അത് ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചുവന്നുള്ളി നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചുവന്നുള്ളി നല്ല പോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും കോഴിമുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കോഴിമുട്ട വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിവിടെ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പപ്പടം ഒന്ന് ചെറുതായിട്ട് കട്ടായി പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. അത് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ, നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം വെച്ചാൽ ഇത് തണുത്ത് പോകും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കണമെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം.
കോഴിമുട്ടയും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ചോറ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പപ്പടം മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. വേറെ സൈഡ് ഡിഷൊന്നും ഇല്ലാത്ത സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഐറ്റം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്